Welcome back, my dear students. So we were discussing about some extension of limits. So ലിമിറ്റിൻ്റെ വിവിധ തരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ഫസ്റ്റ് തിങ് വാസ് ലിമിറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ടേംസ് ഓഫ് വൺ സൈഡഡ് ലിമിറ്റ്സ്. ഒരു ഫിക്സഡ് ഫൈനൈറ്റ് നമ്പർ എടുക്കുമ്പോൾ, ഒരു റിയൽ നമ്പർ എടുക്കുമ്പോൾ, ആ റിയൽ നമ്പറിലുള്ള ലിമിറ്റിനെ വി ക്യാൻ conclude in terms, the existence can be concluded in terms of the existence of one-sided limits, because ഒരു റിയൽ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ടു ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ടു പാർട്സ് we have the left hand limit and the right hand limit. That was the concept. Now moving on to the next extension, which is called the infinite limits. The motivation comes from the fact that consider the function f of x is equal to 1 by x, or f of x is equal to 1 by x square. So x is equal to 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് 1 by x. സോ എക്സ് സീറോയുടെ അടുത്ത് എത്തുമ്പോൾ 1 by എക്സുകൾ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ് എക്സ് അപ്രോച്ചസ് ടു 0 on the positive side, so as x approaches to 0, x is greater than 0, the value of 1 by x ആണ് ഈ ചുമന്ന ഗ്രാഫിൻ്റെ അകത്ത് പോകുന്നത്. സോ ദ 1 by x becomes larger and larger and larger. Okay, so as x tends to 0 on the positive side, the 1 by x, the value of the function actually goes to infinity from this. കാരണം x tends to 0 ആകുമ്പോൾ on the positive side, 1 by x goes to infinity. That's the thing which we can obtain from this part. Similarly, on the negative side, x tends to 0 ആകുമ്പോൾ 1 by x ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0, ഇത് 0യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സുകൾ എടുക്കുന്നു, 1 by x എക്സുകൾ എടുക്കുന്നു. അതിൻ്റെ 1 by x ആണ് ഈ ചുവന്ന പാർട്ടിൽ ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് പാർട്ട് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി. കാരണം ഇത് y ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിന് മുകളിലുള്ള പാർട്ടാണ് പോസിറ്റീവ്, വൈ ആക്സിസിൻ്റെ എക്സ് ആക്സിന് താഴെയുള്ള പാർട്ടാണ് വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് പാർട്ട്. സോ ദിസ് ഗോസ് ടു minus infinity as x tends to 0 on the negative side. So here the value of the function goes to plus infinity as x tends to 0 and x is positive, and the value of the function is negative, or it goes to minus infinity as x tends to 0 on the negative side and x is less than 0. So there are functions in which the function goes to infinity or minus infinity whenever the point approaches to a particular number. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, from this example we can clearly understand is that the value of the function goes to infinity or minus infinity whenever x approaches to a particular point. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകുന്ന ക്ലാസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, whenever the point is approaching to a particular value. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ കേസിൽ we can determine, we have to extend the concept of limits. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ലിമിറ്റ്സ് എല്ലാം ഫൈനൈറ്റ് പോയിന്റിലുള്ള ലിമിറ്റ്സ് ആണ്. ദ ലിമിറ്റ് ഈസ് ഓൾവേസ് ഫൈനൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിക്സഡ് റിയൽ നമ്പറിൽ നമ്മൾ ലിമിറ്റ് പറയുന്നു, അതിൻ്റെ ആൻസറും എന്താണ്? ഒരു ഫിക്സഡ് റിയൽ നമ്പറാണ്. ദാറ്റ്സ് ദ കൺസെപ്റ്റ് വിച്ച് വി വെർ ഡിസ്കസിങ്. But in this case, in this example, we get an intuition that there are cases in which x approaching to a particular number, the value of the function is approaching to either plus infinity or minus infinity. ഓക്കെ, സോ ആ കേസിൽ കൂടെ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ദോസ് കേസസ് ആർ ഡിസ്റ്റിങ്ക്ലി കോൾഡ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. അതായത് whenever x is approaching to a particular number, c, if the value of the function is approaching to plus infinity or minus infinity, these both cases are distinctly known as infinite limits. അങ്ങനെ കേസുകളുണ്ട് എന്നിപ്പോൾ മനസ്സിലായി. ഓക്കെ, കാരണം 1 by x എക്സാമ്പിൾ എടുത്താൽ 1 by x പോസിറ്റീവ് സൈഡിൽ കൂടെ 0 പ്ലസിൽ കൂടെ നമ്മൾ
സീറോയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ 1/x ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. 0 മൈനസിൽ കൂടെ സീറോയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ 1/x മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ദാറ്റ്സ് ദ ഐഡിയ. So we have to distinctly define this concept. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ x approaches to a particular number, f of x should go to infinity, which means that f of x should be as large as possible. അതായത് എക്സ് സിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വലുതായി 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 പോകുമ്പോൾ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ എക്സ് സീറോയുടെ എത്രമാത്രം അടുക്കുന്നു ഈ ഗ്രാഫ് അത്രയും വലുതായി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ we get to say that f of x goes to infinity as x tends to c. അതുപോലെ തന്നെ എക്സ് ടെൻസ് ടു സി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ആസ് ലെസ് ആസ് പോസിബിൾ. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. അപ്പം എക്സ് സിയിലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ചെറുതായി 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 പോവുകയാണ്. നെഗറ്റീവ് സൈഡിൽ കൂടെ ചെറുതായി 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 പോകുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിലാണ് വി ഗെറ്റ് ടു സേ ദാറ്റ് ദ ഫംഗ്ഷൻ approaches to minus infinity whenever x tends to c. So using these two intuitions, we can formally define the infinite limits. The definition is, let a subset of R, f from a to R be a function and c be a cluster point of A. Then we say that f tends to infinity as x tends to c. We write it as limit x tends to c, f is equal to infinity. If for every ഇവിടെ ചെറിയ നമ്പർ അല്ല, എഫ് ഓഫ് എക്സ് ക്യാൻ ബി as large as possible. For every large real number alpha belongs to R, there exists a delta which is a small number greater than 0, such that for all x element of A and 0 less than modulus of x minus c less than delta implies f of x is greater than alpha. അതായത് ഇവിടെ പറയുന്നത് എഫ് ഓഫ് എക്സിനെ എത്ര വേണമെങ്കിലും വലുതാക്കാൻ പറ്റണം ആസ് എക്സ് ടെൻസ് ടു സി. സോ എ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എഫ് എന്നുള്ളത് എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സി ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ്. ഇനി എഫ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു സി എന്ന് പറയണമെങ്കിൽ എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഷുഡ് ബി വെരി ലാർജ്. അതുകൊണ്ടാണ് if we choose an alpha belongs to R, which is a large number, associated with that alpha, there exists a delta such that whenever x approaching to C or the distance between x and C are smaller and smaller, the value of the function becomes larger and larger. അത് എത്രമാത്രം വലുതാണെന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ എത്രമാത്രം എക്സും സിയും തമ്മിൽ അടുത്താണ് എന്ന ഫാക്റ്റിനെ അതുകൊണ്ടാണ് ഇവിടെ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ കിട്ടുന്നത്, അല്ലെ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം ഫംഗ്ഷൻ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ പോയിന്റ് ഷുഡ് ബി അപ്രോച്ചിങ് ടു സി, അല്ലെങ്കിൽ പോയിന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഷുഡ് ബി ലാർജർ ആൻഡ് ലാർജർ. ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഗോസ് ടു ഇൻഫിനിറ്റി. സിമിലർലി we have to say the function, we say that f tends to minus infinity as x tends to c, which is denoted by limit x tends to c, f is equal to minus infinity, if for any beta belongs to R, which is a small number, usually a negative number. എത്ര ചെറിയ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും there exists a delta greater than 0 such that for all x element of A satisfying 0 less than modulus of x minus c less than delta, then f of x should be less than
ബീറ്റ. അതായത് ഇതിൻ്റെ അർത്ഥം എഫ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകണമെങ്കിൽ എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ്സർ ആൻഡ് ലെസ്സർ അല്ലെങ്കിൽ സ്മോളർ ആൻഡ് സ്മോളർ. അപ്പോൾ ഞാൻ ഏതൊരു സ്മോൾ റിയൽ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും യൂഷ്വലി ഇറ്റ്സ് എ നെഗറ്റീവ് റിയൽ നമ്പർ. ഒരു നെഗറ്റീവ് റിയൽ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും ഐ ഷുഡ് ഫൈൻഡ് എ ഡെൽറ്റ സച്ച് ദാറ്റ് എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കണം എപ്പോൾ എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമ്മൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയത്തുള്ളൂ. സോ ഇത് തമ്മിലൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഇവിടെ ഫംഗ്ഷൻ സ്മോളർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എക്സ് സിയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഷുഡ് ബി സ്മോളർ ആൻഡ് സ്മോളർ. സോ ദിസ് ഈസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. Okay, let us move on and discuss some examples. Let us discuss limit x tends to 0 1 by x square. Okay, so ഇതിൻ്റെ ലിമിറ്റ് x approaches to 0 ആകുമ്പോൾ we should be saying that 1 by x square should be tending to infinity. Okay, so for that, for any alpha greater than 0, choose delta is equal to 1 by root alpha. Okay, then for all x such that 0 less than modulus of x less than delta ആകുമ്പോൾ, which implies x square is less than delta square. കാരണം നമുക്ക് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0 ആണ് മോഡുലസ് ഓഫ് എക്സ്. ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഈസ് ആക്ച്വലി എക്സ് സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ കിട്ടും. വിച്ച് മീൻസ് 1 by x square ഈസ് ഗ്രേറ്റർ ദാൻ 1 by ഡെൽറ്റ സ്ക്വയർ. കാരണം ഇനിക്വാലിറ്റി ഇൻവേഴ്സ് എടുക്കുമ്പോൾ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനിക്വാലിറ്റി റിവേഴ്സ് ആകും. നൗ ഡെൽറ്റ ഈസ് ആക്ച്വലി 1 by root alpha, which implies 1 by x square is greater than 1 by root alpha the whole square. Okay, this implies 1 by x square is greater than alpha. അപ്പം നമുക്ക് കിട്ടി, here we call this as f of x. So f of x is greater than alpha whenever 0 less than modulus of x minus 0 less than delta. Whenever 0 less than modulus of x minus 0 less than delta. ഇവിടെ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 by root alpha എന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി. So which implies that limit x tends to 0 1 by x square should be infinity. കാരണം എഫ് ഓഫ് എക്സിനെ എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വലിയ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും 1 by root alpha എന്ന് പറയുന്ന ഡെൽറ്റ എടുത്താൽ മതി, സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിട്ട് കിട്ടും. സോ വിച്ച് മീൻസ് ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 by x square is infinity. Okay, now similarly for n is even, we can define limit x tends to 0 1 by x raised to 2n. We can define this as infinity, which is an exercise for you. You can use the same argument. ഇവിടെ 2 വന്നപ്പോൾ 1 by alpha raised to 1 by 2 ആണ് റൂട്ട് ആൽഫ. ഇവിടെ 2n വരുമ്പോൾ 1 by alpha raised to 1 by alpha raised to 1 by 2n വരും. That's the only difference. Okay, so this is the problem. ഇത് ഈവൻ ആകുന്ന കേസിൽ മാത്രമേ we get to say this. Now look at another problem. Limit x tends to 0 1 by x. We have already discussed that in this case we have two different values. ഒന്ന് x tends to 0, x greater than 0യും x tends to 0യും ആകുമ്പോൾ we can say that
എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ 1/x ഈസ് ഗ്രേറ്റർ ദാൻ 1/ഡെൽറ്റ വിച്ച് ഈസ് ആൽഫ എന്നെടുക്കുക. അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/ആൽഫ എന്ന് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ സീറോയും എക്സ് ടെൻസ് ടു സീറോ ആകുമ്പോൾ 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സും സെയിം ആണ്, കാരണം എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട്. എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് which is 1/x is greater than alpha എന്ന് കിട്ടും. Which means that on the positive side limit x tends to 0 plus f of x is actually infinity എന്ന് കിട്ടും. കാരണം we are considering on the positive side. Now moving on to the negative side. ഇനി എക്സ് ലെസ് ദാൻ സീറോയും എക്സ് ടെൻസ് ടു സീറോയും ആകുമ്പോൾ the idea is that ഇവിടെ എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മൈനസ് എക്സിനാണ് നമുക്ക് ലെസ് ദാൻ ഡെൽറ്റ എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത്. സോ മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ, കാരണം മൈനസ് എക്സ് ആണ് പോസിറ്റീവ്, സോ മൈനസ് 1/x ഈസ് ഗ്രേറ്റർ ദാൻ 1/ഡെൽറ്റ. റെസിപ്രോക്കൽ എടുത്തു. ഇനി ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് 1/x ഈസ് ലെസ് ദാൻ മൈനസ് 1/ഡെൽറ്റ. ഇതിനെ നമ്മൾ ആൽഫ അല്ലെങ്കിൽ ബീറ്റ എന്നെടുക്കുക. സോ ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 1/ഡെൽറ്റ വെന്നെവർ ദിസ് വാല്യൂ മൈനസ് എക്സ്, കാരണം എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് എക്സ് ആണ് പോസിറ്റീവ്. സോ മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ബീറ്റ എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സിന് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. സോ വിച്ച് മീൻസ് ആ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1/x ഈസ് ആക്ച്വലി മൈനസ് ഇൻഫിനിറ്റി. ഒന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും മറ്റേതിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയും ആവുന്നത് കൊണ്ട് വി ഗെറ്റ് ടു സേ ദാറ്റ് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ വി ആർ ആക്ച്വലി ഡിഫൈനിങ് ദ ലിമിറ്റ്സ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദാറ്റ് റിഗാർഡ് ആസ് വെൽ. Using the similar argument, we can prove that limit x tends to 0 1/x raised to 2n plus 1 odd does not exist എന്ന് we can easily establish using the same arguments. Okay, so that's the thing about infinite limits. So in the previous example 1/x we have defined the one-sided limits, infinite limit on the case of one-sided limit. So we can formally state one-sided limits, infinite limits at the point in terms of one-sided limits as well. So which we can formally define. ഇവിടെ വ്യത്യാസം എത്ര മാത്രമേ ഉള്ളൂ, സി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി എങ്ങനെയാണ് പറയുന്നത്. സി മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെ സിയിലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയോട്ട് പോകണം. സി പ്ലസ് ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദാറ്റ്സ് എ ഐഡിയ അബൌട്ട് ഇൻഫിനിറ്റ് ലിമിറ്റ്സ്. ഓക്കെ, സോ ലെറ്റ് us formally define that. Let a subset of R, so f from a to R be a function, C be a cluster point of the set A intersection C infinity. കാരണം നമ്മൾ റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ റൈറ്റ് ഹാൻഡ്സിലുള്ള എക്കകത്തെ പോയിന്റ്സിൻ്റെ ക്ലസ്റ്റർ പോയിന്റ് ആയിരിക്കണം സി. വി സേ ദാറ്റ് എഫ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു സി പ്ലസ്, അതായത് എഫ് ഇൻഫിനിറ്റിയോട് അടുക്കുന്നു എക്സ് സിയിലേക്ക് അടുക്കുമ്പോൾ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ, given any alpha or any real number, however large or however small, there should exist a delta such that 0 less than x minus c less than delta ആകുമ്പോൾ, അതായത് റൈറ്റ് സൈഡിൽ കൂടെ സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആൽഫ. അതായത് എഫ് ഓഫ് എക്സ് ക്യാൻ ബി ആസ് ലാർജ് ആസ് പോസിബിൾ whenever x approaches to c from the right hand side. Similarly, f tends to minus infinity എന്ന് പറയണമെങ്കിൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ, for any alpha greater than 0, so for any alpha which is a real number, there exists a delta such that 0 less than x minus c less than delta, then f of x should be less than alpha. അതായത്
എക്സ് സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, ദാറ്റ്സ് ഇവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ലെസ് ദാൻ ആൽഫ എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എഫ് അപ്രോച്ചസ് ടു പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. സിമിലർലി വി ക്യാൻ ഡിഫൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി എന്നും മൈനസ് ഇൻഫിനിറ്റി എന്നും വി ക്യാൻ ഡിഫൈൻ. The only difference is that above same condition holds. Okay, അതായത് let C be a cluster point of left hand side A intersection minus infinity C, then limit x tends to C minus f of x is equal to infinity or minus infinity if for every alpha belongs to R there exists a delta such that 0 less than C minus x less than delta, then f of x is greater than alpha or f of x is less than alpha. അതായത് പ്ലസ് ഇൻഫിനിറ്റി ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കണം, മൈനസ് ഇൻഫിനിറ്റി ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ആൽഫ. അതായത് ഇവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, എക്സ് മൈനസ് സി. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലാകുമ്പോൾ എക്സ് മൈനസ് സി ആണ് പോസിറ്റീവ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാകുമ്പോൾ സി ലെഫ്റ്റ് സൈഡിൽ കൂടെ എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ആസ് ലാർജ് ആസ് പോസിബിൾ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. അതുപോലെ സി മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാം വെൻ എവർ എഫ് ഓഫ് എക്സ് ഈസ് ആസ് സ്മോൾ ആസ് പോസിബിൾ. സോ just a little bit tweaking, that much is enough for defining all these kind of things. Okay, so let us formally state one more result which is equivalent to the comparison test. So before getting into that, let us look into whatever which we have discussed. നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള ഇൻഫിനിറ്റ് ലിമിറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഒരു പോയിന്റിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഇൻഫിനിറ്റി ആകണമെന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് സി ക്യാൻ ബി ആസ് ലാർജ് ആസ് പോസിബിൾ. അതായത് എക്സ് സിയിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ആസ് ലാർജ് ആസ് പോസിബിൾ ആണെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഗോസ് ടു ഇൻഫിനിറ്റി. ആൻഡ് എഫ് ഓഫ് എക്സ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ വെൻ എവർ എക്സ് അപ്രോച്ചിങ് ടു സി. ഇനിയും നമുക്ക് വൺ സൈഡ് ലിമിറ്റ്സ് പറഞ്ഞതുപോലെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് ഇൻഫിനിറ്റി സിമിലർലി പറയാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി ആകണമെന്ന് പറയണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ, അതായത് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കണം. ഈ ഡെൽറ്റയും ആൽഫയും ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ആൽഫ ആണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിന് പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ എക്സ് മൈനസ് സിക്ക് പകരം സി മൈനസ് എക്സ് എന്നുള്ളൊരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾസോ യൂസിങ് ദ പ്രീവിയസ് കൺസെപ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ, അത് സെയിം ആണെങ്കിൽ മാത്രമേ വി ഗെറ്റ് ടു സേ ദാറ്റ് ദ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് എക്സിസ്റ്റ്. ദാറ്റ് കൺസെപ്റ്റ് ഈസ് ഓൾസോ ത്രൂ ഔട്ട് വാലിഡ് ഹിയർ. സോ ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്. ഇതൊരു ഫോർമൽ ഡെഫിനിഷൻ എന്ന രീതിയിൽ വി ക്യാൻ കൺസിഡർ. Actually, we are actually trying to understand the value of the function at infinity, or the value of the function tends to infinity whenever the point approaching to a particular number. That's the idea. So thank you.